വെൽക്കം ഓൾ. എല്ലാവർക്കും അനാട്ടമി ആൻഡ് ഫിസിയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സുകളാണ് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആനസ്. കൂടാതെ അതിൻ്റെ കൂടെ വരുന്ന ചില ഗ്ലാൻഡുകളും അതിൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന ചില ഗ്രന്ഥികളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈസോഫാഗസ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഓർഗനാണ് സ്റ്റൊമക്. സ്റ്റൊമക് അഥവാ ആമാശയം. ദ സ്റ്റൊമക് is a large dilatable muscular sac lying just under the diaphragm towards the left side of the abdominal cavity in close association with the liver. സ്റ്റൊമക് എന്ന് പറയുന്നത് മസിലുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു മസ്കുലാർ സാക്ക്, ഒരു സഞ്ചി പോലുള്ള അവയവമാണ്. ഡയഫ്രത്തിന് തൊട്ടു താഴെയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും ലിവറിനോട് ചേർന്നുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദ എക്സ്പാൻഡഡ് പോർഷൻ ഫണ്ടസ്, സെൻറ്റർ, ബോഡി, ലോവർ നാരോ പോർഷൻ, പൈലോറിക് റീജിയൻ. സ്റ്റൊമക്കിനെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്: ഫണ്ടസ്, ബോഡി, പൈലോറിക് റീജിയൻ. ഫണ്ടസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ, എക്സ്പാൻഡ് ചെയ്തുള്ള വീതിയേറിയ ഭാഗത്തെയാണ് ഫണ്ടസ് എന്ന് വിളിക്കുന്നത്. ദെൻ സെൻറ്റർ പോർഷനെ ബോഡി എന്നും, ലാസ്റ്റ് നാരോ പോർഷനെ, നേർത്ത ഭാഗത്തെ പൈലോറിക് റീജിയൻ എന്ന് പറയുന്നു. നാരോ എന്ന് വെച്ചാൽ ഫണ്ടസിനേക്കാളും അതിന് വിസ്തൃതി കുറവാണ്. In stomach, there are numerous coiled tubular glands called gastric glands. Their secretion called gastric juice. ആമാശയത്തിൽ ധാരാളം കോയിൽഡ് ട്യൂബ് ഗ്ലാൻഡുകളുണ്ട്. ആമാശയത്തിൽ ഒരുപാട് ചുരുണ്ട രീതിയിലുള്ള കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുലാർ ഗ്ലാൻഡുകൾ, ട്യൂബ് പോലെയുള്ള ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയെ നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ എന്ന് വിളിക്കുന്നു. ഇവ സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷനാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. ദ മേജർ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക് ആർ ദ ഡൈജസ്റ്റീവ് ആൻഡ് എക്സ്ട്രാ ഡൈജസ്റ്റീവ് ഫങ്ഷൻ. ദ ഡൈജസ്റ്റീവ് ഫങ്ഷൻ കൺസിസ്റ്റ് ഓഫ് ദ ആക്ഷൻ ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻസുകളെ 2ആയി തരം തിരിച്ചിട്ടുണ്ട്: ഡൈജസ്റ്റീവ് ഫങ്ഷൻ ആൻഡ് എക്സ്ട്രാ ഡൈജസ്റ്റീവ് ഫങ്ഷൻ. ഡൈജസ്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള കമ്പോണൻറ്റുകളുടെ ആക്ഷനാണ്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ഒരു മെയിൻ കമ്പോണൻ്റാണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്പോണൻസിൻ്റെ ആക്ഷനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് ഫങ്ഷൻ, ഫുഡിൻ്റെ മേലിൽ ഇത്തരത്തിലുള്ള കമ്പോണൻസ് ആക്ട് ചെയ്യുന്നതിനെയാണ് ഡൈജസ്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ മെക്കാനിക്കൽ മിക്സിംഗ് ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഫുഡ് ആർ ദ മെയിൻ എക്സ്ട്രാ ഡൈജസ്റ്റീവ് ഫങ്ഷൻ. ഫുഡിൻ്റെ മെക്കാനിക്കലി ആയിട്ടുള്ള മിക്സിങ്ങും അതുപോലെ ടെമ്പററി സ്റ്റോറേജ്, താൽക്കാലിക സമയത്തേക്കുള്ള ഫുഡിൻ്റെ സ്റ്റോറേജും സ്റ്റൊമക്കിൽ വെച്ചാണ് നടക്കുന്നത്. ഈ 2 ഫങ്ഷനെയാണ് നമ്മൾ എക്സ്ട്രാ ഡൈജസ്റ്റീവ് ഫങ്ഷനായിട്ട് പറയുന്നത്. ദെൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. എന്തൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ്ട്രിക് ജ്യൂസ് ഈസ് എ ക്ലിയർ കളർലെസ് ആസിഡ് ഫ്ലൂയിഡ്. കളർലെസ് ആയിട്ടുള്ള ഒരു ആസിഡിക് ഫ്ലൂയിഡാണ്, ആസിഡ് സ്വഭാവമുള്ള ഒരു ഫ്ലൂയിഡാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. കളർലെസ് എന്ന് വെച്ചാൽ കളറില്ലാത്തത്. ഇറ്റ്സ് എമൗണ്ട് ഓഫ് സെക്രീഷൻ ഈസ് അബൌട്ട് 2 ലിറ്റർ പെർ ഡേ. ഒരു ദിവസം 2 ലിറ്ററോളം ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദ മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് HCl. ഗ്യാസ്ട്രിക് ജ്യൂസിലെ മെയിൻ കമ്പോണൻ്റ് ആണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദ HCl present in the gastric juice acidifies the food and provides a medium suitable for the action of pepsin. പെപ്സിൻ എന്ന് പറയുന്നത് എൻസൈമാണ്, ദഹനത്തിനൊക്കെ സഹായിക്കുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ഷൻ, ഈ എൻസൈമിന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആസിഡ് മീഡിയം ആവശ്യമാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്.
It also inhibits the entry and growth of bacteria. HCl പെപ്സിൻ്റെ ആക്ഷൻ മാത്രമല്ല മറ്റൊന്നിനും കൂടെ സഹായിക്കുന്നുണ്ട്. ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവയുടെ എൻട്രി അതിൻ്റെ വളർച്ചയെ ഇൻഹിബിറ്റ് ചെയ്യാനും കൂടാതെ അത് കടന്നു വരുന്നതിനെയും എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, തുരത്താൻ അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ബാക്ടീരിയകൾ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതും കൂടാതെ അതിൻ്റെ വളർച്ചയും, സ്റ്റൊമക്കിൽ ബാക്ടീരിയ വളരുന്നൊക്കെയുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു, HCl അതിനെ നശിപ്പിച്ചു കളയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ The small intestine is a long tube measuring about 6 meters in length. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ നമ്മൾ ചെറുകുടൽ എന്ന് പറയുന്നു. ഇതൊരു ലോങ് ട്യൂബാണ്, നീളമുള്ള ഒരു കുഴൽ പോലെയുള്ള ഭാഗമാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കുടലുകൾ എന്ന് പറയുന്നത്. ഏകദേശം 6 മീറ്റർ ഇതിന് നീളമുണ്ട്. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സ്റ്റൊമക്ക് ടു ജോയിൻ ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. സ്റ്റൊമക്കിൻ്റെ ലാസ്റ്റ് പോർഷനിൽ നിന്ന് തുടങ്ങി ലാർജ് ഇൻറ്റെസ്റ്റൈനുമായിട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. The small intestine is divided into 3 parts: duodenum, jejunum and ileum. സ്മോൾ ഇൻറ്റെസ്റ്റൈന് 3 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്: ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന് പറയുന്നതാണ് ദഹനരസം എന്ന്. Duodenum is the first portion of small intestine, has length of 25 cm and C-shaped. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷനാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 25 സെൻറ്റിമീറ്ററോളം നീളവുമുണ്ട്. കൂടാതെ ഇതിനൊരു C ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ മെനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലെ വിച്ച് ഇൻക്രീസ് ദ അബ്സോർപ്റ്റീവ് സർഫസ് ഏരിയ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഭിത്തികളിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, വിരൽ പോലെയുള്ള പൊങ്ങിയ ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇതിനെയാണ് വില്ലെ എന്ന് വിളിക്കുന്നത്. ഈ ഏരിയയിലാണ് നമ്മുടെ ഫുഡിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ദ ഇൻറ്റെസ്റ്റൈനൽ ഗ്ലാൻഡ് സെക്രീറ്റ് എ ജ്യൂസ് കോൾഡ് ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് ഓർ സക്കസ് എൻഡറിക്കസ്. ഇൻറ്റെസ്റ്റൈനിൽ കാണപ്പെടുന്ന ഗ്ലാൻഡുകൾ ഒരു ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത്. സക്കസ് എൻഡറിക്കസ് ഈസ് എ വാട്ടറി ആൽക്കലൈൻ സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ്. സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത് വാട്ടർ കൺസിസ്റ്റൻസിയാണ്, ആൽക്കലൈനാണ്, അസിഡല്ല ആൽക്കലൈനാണ്. ആൻഡ് സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ്, വൈക്കോൽ നിറമുള്ള, അതായത് ലൈറ്റ് യെല്ലോ കളറാണ് ഉദ്ദേശിക്കുന്നത്. ദ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ദ ഇൻജസ്റ്റഡ് ഫുഡ്. നമ്മൾ കഴിഞ്ഞ ഫുഡിൻ്റെ ഡൈജഷൻ ദഹനം നടക്കാൻ വേണ്ടി ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. The major part of the process of absorption take place through the intestinal villi of the small intestine. മെയിനായിട്ടും ഫുഡിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് ശരീരകലകളിലേക്ക് ബ്ലഡ് വഴിയാണ് ഫുഡ് എത്തുന്നത്. അവയിലേക്കുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ കാണപ്പെടുന്ന വില്ലെ വഴിയാണ്. ദെൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞ ഫുഡ് നേരെ പോകുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ടാണ്. ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഓർ കോളൻ ഈസ് അബൌട്ട് 1.5 meter long and extend from the lower part of the ileum to the anus. ലാർജ് ഇൻറ്റെസ്റ്റൈൻ അതായത് വൻകുടൽ അല്ലെങ്കിൽ കോളൻ എന്നറിയപ്പെടുന്നു. ഇതിന് ഏകദേശം 1.5 മീറ്റർ 1.5 മീറ്ററാണ് ലെങ്ത് ഉള്ളത്. ഇലിയം എന്ന് പറയുന്നത് ഡിയോഡിനം, ജെജുനം, ഇലിയം. നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇലിയം. അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ആനസ് വരെയാണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ കാണപ്പെടുന്നത്. ഇറ്റ്സ് നെയ്മഡ് ബിക്കോസ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇൻ മോസ്റ്റ് റീജിയൻസ്. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലേ വലുത്, അതിൻ്റെ ലെങ്ത്ത് പറയുമ്പോൾ 6 മീറ്ററാണ് പറയുന്നത്, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 1.5.
പക്ഷേ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന് കാരണം എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിനേക്കാളും ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങളിലും പല റീജിയനിലും എന്താണ്? ഡയമീറ്റർ, ഉള്ളിലുള്ള അളവ് എന്താണ്? കൂടുതലാണ്. ഉൾഭാഗത്ത് കാണപ്പെടുന്ന അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ലെങ്ത്തിൽ നീളവും, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഉൾഭാഗത്ത് അതിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്. ദ മെയിൻ പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ സീക്കം ആൻഡ് കോളൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനെ 3 ഭാഗങ്ങളാക്കിയാണ് തരംതിരിച്ചത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് സീക്കവും കോളനും. Cecum. Large intestine begins as a blind pouch called the cecum. Vermiform appendix is a narrow blind tube that extends downward from the cecum. ഒരു പൗച്ച് പോലെയുള്ള ഭാഗമായാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സീക്കം എന്ന് പറയുന്നത്. പൗച്ച് പോലുള്ളൊരു ഭാഗം പോലെയാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ കാണപ്പെടുന്നത്. ഇതിനെയാണ് സീക്കം എന്ന് പറയുന്നത്. ഈ സീക്കത്തിൽ നിന്നും താഴ്ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ നാരോ ട്യൂബുണ്ട്. നേരത്തെ ട്യൂബുണ്ട്. ആ ട്യൂബിനെയാണ് നമ്മൾ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പോർഷനാണ് കോളൻ. കോളൻ ഈസ് ഡിവൈഡഡ് പൊസിഷനലി ഇൻടു അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. 2 ഭാഗമാക്കിയാണ് ലാർജ് ഇൻറ്റസ്റ്റൈനെ തിരിച്ചുള്ളത്, സീക്കവും കോളനും. അതിൽ കോളൻ എന്ന് പറയുന്ന ഭാഗത്തെ 4 ആക്കി വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. പൊസിഷൻ്റെ ബേസിൽ, അതിൻ്റെ സ്ഥാനത്തിൻ്റെ ബേസിൽ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. ദെൻ ഡിസ്കസ് ചെയ്യുന്നത് ലിവറിനെ കുറിച്ചാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ലിവർ എന്ന് പറയുന്നത്. ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഡിഷ് ബ്രൗൺ ഇൻ കളർ, വെയ് അബൌട്ട് 1.5 കിലോഗ്രാം. റെഡിഷ് ബ്രൗൺ കളറാണ് ഇതിന്. ഏകദേശം 1.5 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ലിവർ സെൽസ് ആർ കോൾഡ് ഹെപ്പാറ്റോസൈറ്റ്സ് വിച്ച് പ്രൊഡ്യൂസ് ദ ബൈൽ. ലിവറിൽ കാണപ്പെടുന്ന സെല്ലുകളെയാണ് നമ്മൾ ഹെപ്പാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. ഇവയാണ് ബൈൽ എന്ന് പറയുന്ന സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈൽ ഈസ് എ യെല്ലോ ആൽക്കലൈൻ ഫ്ലൂയിഡ് സെക്രീറ്റഡ് ബൈ ഹെപ്പാറ്റോസൈറ്റ്. ഹെപ്പാറ്റോസൈറ്റുകളാണ് ആൽക്കലൈൻ ഫ്ലൂയിഡായ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈൽ എന്ന് പറയുന്നത് ആൽക്കലൈൻ, അതായത് ആൽക്കലി സ്വഭാവമുള്ള ഒരു യെല്ലോ കളർ ഫ്ലൂയിഡാണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഹെപ്പാറ്റോസൈറ്റുകളാണ്, ലിവറിൽ കാണപ്പെടുന്ന സെല്ലുകളാണ്. ഇൻ മാൻ അബൌട്ട് 500 ml ഓഫ് ബൈൽ ഈസ് സെക്രീറ്റഡ് പെർ ഡേ. ഒരു അഡൾട്ട് മാനിൽ ഏകദേശം 500 ml ബൈൽ ഓരോ ദിവസം സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹാസ് ആൻ ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ ആൻഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. HCl-നെയൊക്കെ പോലെ തന്നെ അത്തരത്തിലുള്ളൊരു ആക്ഷനുള്ള സെക്രീഷനാണ് ബൈൽ എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് ലിവർ. ലിവറിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, ഹീമോഗ്ലോബിൻ മെറ്റബോളിസം, പ്രൊഡക്ഷൻ ഓഫ് ബൈൽ, ഡിഫൻസ് മെക്കാനിസം. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, മാൾട്ടോസ്, സുക്രോസ് അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളുടെ മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, ഫാറ്റ് കൊഴുപ്പിൻ്റെ മെറ്റബോളിസം, ഹീമോഗ്ലോബിൻ മെറ്റബോളിസം. നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവർ വെച്ചിട്ടാണ്. പ്രൊഡക്ഷൻ ഓഫ് ബൈൽ എന്ന സെക്രീഷൻ കൊടുക്കുന്നത് ലിവറാണ്. ഡിഫൻസ് മെക്കാനിസം. ശരീരത്തിലെ ഡിഫൻസ് മെക്കാനിസം പ്രതിരോധത്തിനും കൂടെ ലിവർ സഹായിക്കുന്നുണ്ട്. ബൈലിന് ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ദെൻ മറ്റൊരു പാർട്ടാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്.
ഗോൾ ബ്ലാഡർ ഈസ് പിയർ ഷേപ്ഡ് സാക്ക് 7 to 10 cm long, ആക്ട് ആസ് എ റിസർവോയർ ഓഫ് ബൈൽ. ബൈലിനെ സംഭരിച്ചു വയ്ക്കുന്ന ഒരു സാക്കാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഏകദേശം ഇതിന് 7 മുതൽ 10 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. മാത്രവുമല്ല പിയർ ഷേപ്പാണ്, പയറുമണിയുടെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.